الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون. صدق الله العلي العظيم. وفي الحديث النبوي الشريف: قد أبصر النبي صلى الله عليه وسلم رجلا يعبث بلحيته في الصلاة، فقال صلى الله عليه وسلم: لو خشع قلب هذا لخشعت جوارحه. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പവിത്രമായ പ്രഭാതത്തിലാണ് നാം ഉള്ളത്. അല്ലാഹു എല്ലാ നന്മകളും നമുക്ക് അവൻ പ്രദാനം ചെയ്യട്ടെ. നന്മകൾ ധാരാളമായി ചെയ്യാനുള്ള മഹാഭാഗ്യവും അവൻ നമുക്ക് എന്നെന്നും നിലനിർത്തി തരട്ടെ. മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ തരുന്നൊരു സതുപദേശം: മോനെ, എല്ലാ വസ്തുക്കൾക്കും എല്ലാ കാര്യങ്ങൾക്കും രണ്ട് വശങ്ങളുണ്ട്. അകവും ഉണ്ട്, പുറവും ഉണ്ട്. ഉള്ളും പുറവും രണ്ടുമുണ്ട്. എല്ലാ വസ്തുക്കൾക്കും ഉണ്ട്. ഇസ്ലാം വിഭാവനം ചെയ്യുന്ന കർമ്മങ്ങൾക്കും ആരാധനകൾക്കുമൊക്കെയും ഇതുപോലെ അകവും പുറവും രണ്ടുമുണ്ട്. ഇത് രണ്ടും വേണ്ടതുപോലെ ശുദ്ധിയാകുമ്പോഴാണ്, വൃത്തിയാകുമ്പോഴാണ്, വേണ്ടതുപോലെ ഉള്ളും പുറവും പ്രവർത്തിക്കുമ്പോഴാണ് ആ ആരാധനകളൊക്കെയും സ്വീകാര്യമായി തീരുക. ഉദാഹരണം മഹാനവറുകൾ പറയാണ്, ഇപ്പൊ നിസ്കാരം എന്നൊരു ഇബാദത്ത് എടുത്താൽ അതിന് ഉള്ളുമുണ്ട്, പുറവുണ്ട്. അകവും പുറവും രണ്ടുമുണ്ട്. അതിൽ ഈ നിൽക്കുന്ന നൃത്തം, ഈ വളയുന്ന തുനിയല്, റുക്കൂഅ്, കുമ്പിട്ട് കിടക്കുന്ന സുജൂദ്, സുജൂദിന്ന് എഴുന്നേറ്റിരിക്കുക, ഇതൊക്കെ നമുക്ക് പുറത്ത് കാണാൻ പറ്റുന്ന നിസ്കാരത്തിന്റെ രൂപങ്ങളും ഭാഗങ്ങളുമാണ്. എന്നാൽ ഈ നിസ്കാരത്തിന് തന്നെ ഒരു ആന്തരിക യാഥാർത്ഥ്യമുണ്ട്. അതെന്താ? അത് അച്ചടക്കം പാലിക്കുക, മനസ്സറിഞ്ഞുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക, ഇത് അല്ലാഹുവിൽ സമർപ്പിക്കുകയാണെന്നുള്ള ബോധം മനസ്സിലുണ്ടാവുക. റബ്ബിന് ചെയ്യുന്നൊരു ഇബാദത്താണ്, ഞാനിത് അല്ലാഹ്ക്ക് വേണ്ടി ചെയ്യുകയാണ് എന്നൊരു ബോധം ഉണ്ടാവുക. പിന്നെ ഈ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഓതുന്നതിന്റെ, ചൊല്ലുന്നതിന്റെ ഒക്കെ അർത്ഥം നമ്മുടെ മനസ്സിൽ ആലോചന ഉണ്ടാവുക. ഇത്യാദി കാര്യങ്ങളാണ് ഉള്ള് എന്ന് പറയുന്നത്. അകവും പുറവും പറയുന്നില്ല, അകം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. പുറം ഈ പറഞ്ഞ പോലെ അവയെ ചെയ്യലും കുറെ ചൊല്ലലാണ്. ഇപ്പൊ ഫാത്തിഹ ഓതുക, അത്തഹിയ്യാത്ത് ഓതുക, സലാം ചൊല്ലുക, ഇതൊക്കെ വായുകൊണ്ട് പറയുന്നതാണ്. അതേസമയത്ത് നൃത്തം, റുക്കൂഅ്, സുജൂദ്, ഇടയിലെ ഇരുത്തം, ഇതൊക്കെ എന്താണ്? ചെയ്യലുകളാണ്. അപ്പൊ ശരീരത്തിന്റെ അവയവങ്ങൾ ചെയ്തുകൊണ്ടും ചൊല്ലിക്കൊണ്ടും ഒക്കെ നമുക്ക് കാണാൻ കഴിയും നിസ്കാരത്തെ പുറം കൊണ്ട്. അതേസമയത്ത് അകത്തുണ്ടാകേണ്ടതാണ് അച്ചടക്ക മനോഭാവം. അച്ചടക്കം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ അടക്കമാണ് പ്രധാനം. മനസ്സ് അടങ്ങണം, പലതിലേക്കും മനസ്സ് പോകാതെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ മാത്രം മനസ്സ് കേന്ദ്രീകൃതമാകണം. ഇതാണ് മനസ്സിന്റെ അടക്കം. പിന്നെ ശരീരത്തിന്റെ അടക്കം എന്ന് പറഞ്ഞാൽ ശരീരം നിസ്കാരത്തിന്റെ പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ലാത്ത അനക്കങ്ങൾ വരാതിരിക്കുകയും വേണം. ശരീരം അനാവശ്യമായിട്ട് ഇങ്ങനെ ഇളകുക, കൈകൊണ്ട് ഇങ്ങനെ കളിക്കുക, കാലുകൊണ്ട് ഇങ്ങനെ ഇളക്കുക, തല ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെരിയുക, ഇങ്ങനെയുള്ള ശരീരത്തിന്റെ അനാവശ്യ അനക്കങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ളത് ശരീരത്തിന്റെ അടക്കത്തിൽപ്പെട്ടതാണ്. മഹാനായ ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് ആത്മീയ ചക്രവാളത്തിലെ സൂര്യ തേജസ്സാണ്. മഹാനവറുകൾ പറയുന്നു,
നിസ്കാരം ഉൾപ്പെടെ അള്ളാഹുവിലേക്ക് സമർപ്പിക്കുന്ന എന്തും അത് ഉള്ളും പുറവും ശുദ്ധിയായിരിക്കണം. അതാ നിലക്ക് തന്നെ നിർവഹിക്കണം. അല്ലാതിരുന്നാൽ നമ്മൾ ചെയ്യുന്നത് ഒരു അപമാനിക്കലാണ്. ഏതുപോലെ മഹാനവറുകൾ പറയുന്നു, മസലുല്ലദീ യുഖീമു സൂറത്ത സ്വലാഅ ഒരു മനുഷ്യൻ നിസ്കാരത്തിന്റെ പുറം രൂപങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ ശരീരത്തിന്റെ അടക്കങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതിന്റെ ആന്തരിക സംഗതികളെ കുറിച്ച്, യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് അവൻ അശ്രദ്ധനാണ്. ഉള്ളിൽ ഈ പറയും പോലെ ഓർമ്മയൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് മാത്രം. എങ്കിൽ ഈ നിസ്കാരം ആർക്കു വേണ്ടിയാണ്? അല്ലാഹുവിന് വേണ്ടിയാണ്. എങ്കിൽ അത് പഴയ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമുണ്ട്, രാജദർബാറിലേക്ക് സമ്മാനങ്ങൾ നൽകുക എന്നുള്ളത്. എങ്കിൽ ഈ നിസ്കാരത്തിന്റെ പുറം നന്നായിട്ടുണ്ട്, അകം നന്നായിട്ടില്ല. എങ്കിൽ അവന്റെ നിസ്കാരം ഏതുപോലെ ഒരു വലിയ രാജദർബാറിലേക്ക് മയ്യിത്തായിട്ടുള്ള ഒരു അടിമച്ചെറുക്കനെ സമ്മാനം കൊടുക്കുന്നത് പോലെയാണ്, ഒരു വേലക്കാരനെ സമ്മാനിക്കുന്നത് പോലെയാണ്. രാജദർബാറിലേക്ക് ഒരു വേലക്കാരനെ കൊടുക്കുക, ആ ദർബാർ പരിചരിക്കാനും അതിന്റെ വർക്കുകൾ നടത്താനും അതിന് വേണ്ട ഒത്താശകൾ ചെയ്യാനും ഒക്കെ ആളെ കൊടുക്കുക, സമർപ്പണം. എന്നാൽ അതൊരു മയ്യിത്തായ ആളാണെങ്കിലോ അത് ദർബാറിലേക്ക് കൊടുക്കുന്നത് എത്രമാത്രം അനൗചിത്യമാണ്, അല്ലെങ്കിൽ അപമാനകരമാണ്. അതുപോലെയാണ് നിസ്കാരം നമ്മൾ അള്ളാഹുവിലേക്ക് ഉള്ളറിയാതെയുള്ള നിസ്കാരം സമർപ്പിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത്. ഇനിയിപ്പോ നിസ്കാരത്തിന്റെ പുറം ഭാഗം വേണ്ടതുപോലെ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന ആള് ഇതേപോലെ രാജദർബാറിലേക്ക് സമ്മാനിക്കും പോലെയാണ്. അംഗവൈകല്യമുള്ള അടിമച്ചെറുക്കനെ സമ്മാനിക്കും പോലെയാണ്. കയ്യില്ലാത്ത മുടന്തുള്ളത്, കണ്ണ് കാണാത്തത്, അങ്ങനെയുള്ള വൈകല്യങ്ങൾ നിറഞ്ഞ ആളെ ദർബാറിലേക്ക് സമ്മാനിക്കും പോലെയാണ്. എന്ന് വെച്ചാൽ ദർബാറിലേക്ക് ഇതും സമ്മാനിക്കാൻ പറ്റൂല. ഇത് രണ്ടും ഒരു രാജദർബാറിലേക്ക് സമ്മാനിക്കാൻ പറ്റാത്തതുപോലെ, അത് പറ്റില്ല എന്ന് മാത്രമല്ല, അത് രാജാവിനെ അപമാനപ്പെടുത്തൽ കൂടിയാണ്. രാജാവിനെ അപമാനപ്പെടുത്തിയാലോ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. എന്നാൽ ഇതുപോലെ തന്നെ രാജാതിരാജനായ റബ്ബിലേക്ക് നമ്മൾ സമർപ്പിക്കുന്ന നിസ്കാരങ്ങൾ അതിന്റെ അകവും പുറവും ശുദ്ധിയായിരിക്കണം, നന്നായിരിക്കണം. അച്ചടക്കം ഉണ്ടാകണം, മനസ്സിനടക്കം ഉണ്ടാകണം, ശരീരത്തിനടക്കം ഉണ്ടാകണം, എല്ലാത്തിനും അടക്കം ഉണ്ടാകണം. ഇതാണ് ഗസാലി ഇമാം പറഞ്ഞത്. ഇത് വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങൾ നമുക്ക് ഉപദേശം തരുന്നത്. ഒരു ഹദീസിൽ കാണാം, അള്ളാന്റെ റസൂൽ ഒരാളെ കാണുകയാണ്. നിസ്കാരത്തിലായിരിക്കെ താടി കൊണ്ട് ഇങ്ങനെ കളിക്കുന്നു. താടി ഇങ്ങനെ കുഴിച്ചിട്ടും തൊട്ടിട്ടും കുടിച്ചിട്ടും നീട്ടിയിട്ടൊക്കെയുള്ള കളിയുണ്ട്. താടി ഉള്ളവര് കളിക്കുക. ഈ താടി മേൽ കൈവച്ചിട്ട് ഇങ്ങനെ കളിക്കുന്ന ഒരു ചങ്ങാതി നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ അത് കണ്ടുകൊണ്ട് തിരുദൂതർ പറഞ്ഞു, ഇവന്റെ ഹൃദയം അടങ്ങിയിരുന്നുവെങ്കിൽ, ഭക്തി പ്രാപിച്ചിരുന്നുവെങ്കിൽ ഇവന്റെ ശരീരാവയവങ്ങളും അടങ്ങുമായിരുന്നു, ഭക്തി പ്രാപിക്കുമായിരുന്നു. മനസ്സിന്റെ ഒരു ഗ്രിപ്പ് കുറവാണ് ഈ കാണുന്നത്, പുറത്തും കാണുന്നത്. അപ്പൊ മനസ്സ് ശ്രദ്ധ കേന്ദ്രീകൃതമല്ലെങ്കിൽ ശരീരവും അശ്രദ്ധമാകും. അപ്പൊ മനസ്സ് വളരെ പ്രധാനമാണ് എന്നാണ് അല്ലാഹുവിന്റെ ദൂതർ പറയുന്നത്. ഇപ്പോഴും നിസ്കരിക്കൊണ്ട് നമ്മൾ ഈ CCTV ഒക്കെ ഒന്ന് പരിശോധിച്ചാൽ ഒരു ജമാഅത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ വ്യക്തികൾ വന്ന് നിസ്കരിച്ച് പോകുന്നതിന്റെ ആ ചിത്രം എടുത്തു നോക്കിയോ, കൈ കെട്ടുന്നതേ ഓർമ്മയുണ്ട്, എന്തൊക്കെയോ കളിക്കാന്നറിയില്ല. അവിടെ ചൊറിഞ്ഞ് ഇവിടെ ചൊറിഞ്ഞ്, അപ്പൊ മൂക്കിന് വല്ലാത്ത ചൊറിച്ചലായിരിക്കും. പിന്നെ എന്തൊക്കെയോ കളികളല്ലേ. അതുപോലെ കൈകളുടെ ഈ അനക്കം നിൽക്കണേ, അതിങ്ങനെ കൈ കെട്ടിയിട്ടുണ്ടാവും, പക്ഷെ കെട്ടിയെടുത്തുനിന്ന് പിന്നെ ഇങ്ങനെ പലതും ചെയ്തുകൊണ്ടുണ്ടാവും.
കൂടുതൽ കാണാൻ കഴിയുന്നത് ഇപ്പൊ നമ്മളൊക്കെ ഈ അറബികൾ നിസ്കരിക്കുമ്പോൾ കാണാം ഒരു കൈകെട്ടിന് പിന്നെ ഓല മേലാപ്പ് നന്നാക്കലും കൈ പിടിക്കലും തട്ടം നന്നാക്കലും ഒക്കെയാണ്. വാസ്തവത്തിൽ ഇതൊക്കെ നിസ്കാരത്തിന്റെ ഭയഭക്തിക്ക് ഘടകവിരുദ്ധമാണ്. അത് ചെയ്യാൻ പാടില്ല എന്നാണ്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ എന്ന പേരിലുള്ള അധ്യായം, ആ അധ്യായം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണെന്നറിയോ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ തീർച്ചയായും വിജയിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ തീർച്ചയായും വിജയിച്ചു. ഏത് മുഅ്മിനീങ്ങൾ? ആ മുഅ്മിനീങ്ങളുടെ സ്വഭാവങ്ങൾ പറയാം. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ നിസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ്, നിസ്കാരം ഭക്തിയോടുകൂടി നിർവഹിക്കുന്നവരാണ്. അങ്ങനത്തെ മുഅ്മിനീങ്ങൾ വിജയിച്ചു. എന്താ ഈ ഭക്തി എന്ന് പറഞ്ഞാൽ? മനസ്സും ശരീരവും അച്ചടക്കം പാലിക്കുക എന്നുള്ളതാണ്. നിസ്കാരത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യം ഒഴിവാക്കുന്ന ആളുകൾ, അനാവശ്യ കാര്യങ്ങളിലൊന്നും ഇടപെടാതെ അതിനൊക്കെ മാറ്റിവെച്ച് അതുപോലെ നിസ്കാരത്തിൽ ഭക്തിയോടുകൂടി നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങൾ അവർ വിജയിച്ചു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പൊ നമ്മള് വളരെ ശ്രദ്ധിക്കണം, അകവും പുറവും നന്നാകണം എന്നുള്ളതാണ്. ചില ആളുകളൊക്കെ ഏതോ ഭാഗത്തേക്കൊക്കെ നിസ്കാരത്തിൽ എത്തിപ്പോകും, എന്നിട്ട് വിചാരിക്കും ഞാൻ വലിയ നിസ്കാരം നിർവഹിച്ചു എന്നൊക്കെ മനസ്സിലിങ്ങനെ അഹങ്കരിക്കും. അത് വേണ്ട. അള്ളാഹുവിന്റെ അടുത്ത് എത്തുമ്പോ ഇത് ചവാണോ കൊടുത്തത്, അതല്ലെങ്കിൽ ജീവുള്ള ആളെയാണോ കൊടുത്തത് എന്ന് നമ്മൾ ചിന്തിക്കണം. ചത്തതിനെ കൊടുക്കാൻ പറ്റൂല, വൈകല്യമുള്ളതിനെ കൊടുക്കാൻ പറ്റൂല. നമ്മളിപ്പോ നിസ്കാരത്തില് നിസ്കാരത്തിലുള്ളതുപോലെ നമ്മളൊക്കെ ഖുർആൻ ഓതും, ഖത്തം ഓതുക എന്നാ പറയാം. ഖത്മുൽ ഖുർആൻ, ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കുക എന്നുള്ളതൊരു പുണ്യകർമ്മമാണ്. യാസീൻ ഇങ്ങനെ ഓതും, വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് യാസീൻ. ഇതൊക്കെ ഓതിയിട്ട് നമ്മൾ സമർപ്പണം നടത്തും. അല്ലാഹുവേ, ഞാൻ ഈ ഓതിയത് സ്വീകരിച്ച് ഇതിന്റെ മിസുൽ സവാബ് നിന്റെ ഹബീബായ മുത്തുനബിയുടെ ഹദറത്തിൽ എത്തിക്കണേ എന്ന് പറഞ്ഞ് പിന്നെ ഇങ്ങനെ അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും ബന്ധുക്കളെയും ഒക്കെ നമ്മൾ പറഞ്ഞിട്ട് അവർക്കൊക്കെ ഇതിന്റെ പ്രതിഫലം എത്തിക്കണേ എന്ന് പറഞ്ഞ് ദ്വാരക്കും. അത് ഖുർആൻ ഓതിയിട്ട് മാത്രമല്ല, ഏത് സൽക്രമം ചെയ്തിട്ടും ഇതിന്റെ പ്രതിഫലത്തെ ഇന്നോൽക്കൊക്കെ എത്തിക്കണമെന്ന് നമുക്ക് ദ്വാരക്കാം. നിസ്കരിച്ചിട്ട് ആ നിസ്കാരത്തിന്റെ സവാബിനെ, മിസുല സവാബിനെ നീ എത്തിക്കണമെന്ന് ദ്വാരക്കാം. ഉംറ ചെയ്തിട്ട് ആ ഉംറയുടെ മിസുല സവാബ് എത്തിക്കണമെന്ന് പറഞ്ഞ് ദ്വാരക്കാം. പക്ഷേ ഈ മിസുല സവാബ് എത്തിക്കണമെന്ന് നമ്മൾ ദ്വാരക്കുമ്പോൾ ഇതൊരു കൂലി കിട്ടുന്ന സംഗതിയായിട്ട് നമ്മൾ ചെയ്യണ്ടേ? എന്നാലേ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് അർത്ഥമുള്ളൂ. ഖത്ത് ഓതിയിട്ടുണ്ട്. എങ്ങനെ ഖത്ത് ഓതിയത്? ഖുർആൻ കുറേ തെറ്റിച്ചിട്ട് ഇങ്ങനെ ഓതി, ഇങ്ങനെ പടപടാ, അക്ഷരവും ഇല്ല, നിയമങ്ങളും ഇല്ല, ഒന്നും ഇല്ലാതെ ഓതിപ്പോ. ഒരു യാസീനോത്തുകളും നോക്കി ഒരു മജ്‌ലിസിൽ വന്നിട്ട് യാസീനോട് അക്ഷരങ്ങൾ ഉണ്ടാകൂല, നിയമങ്ങൾ പാലിക്കൂല, ഇതൊക്കെ ഇങ്ങനെ ഓതി യാസീൻ അതിൽ തുൻസിറ നാലും ഉണ്ടാവില്ല, തുൻസിറ എന്നൊക്കെ ഓതുക. എന്നിട്ട് ഇതൊക്കെ ഓതിയിട്ടാണ് ഇത് റസൂലുള്ളാഹിക്ക് കൊടുത്തേക്കണം എന്ന് പറഞ്ഞിട്ട് എന്താക്കണേ? റസൂലുള്ളാഹിക്ക് ഹദിയ ചെയ്യണം. ഇത് അതിന് പറ്റുമോ? ആലോചിച്ചു. പറഞ്ഞതിന്റെ അർത്ഥം കൊടുത്തേക്കേണ്ടതല്ല, കൊടുത്തേക്കാൻ പറ്റും. പിന്നെ നമ്മളുടെ ബോത്ത് നന്നാക്കണം. അതിനെന്ത് വേണം? തെറ്റ് തിരുത്തി ഓതണം. അതിനെന്ത് വേണം? തെറ്റും ശരിയും പഠിക്കണം. പഠിക്കണമെങ്കിൽ എന്ത് വേണം? ഇതിന്റെ അവസരങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. തീർച്ചയായിട്ടും നമ്മുടെ സ്കൂൾ ഓഫ് ഖുർആൻ ക്ലാസ്സുകളും മറ്റുള്ള ക്ലാസ്സുകളും ഉള്ളതാണ്. അപ്പൊ അതൊക്കെ ഉപയോഗപ്പെടുത്തി നന്നായിട്ട് ഇബാദത്തുകൾ ചെയ്ത് അല്ലാഹുവിലേക്ക് സമർപ്പിക്കാൻ, സമർപ്പണ ബോധത്തോടുകൂടി അത് നിർവഹിക്കാൻ ശ്രദ്ധ ഉണ്ടാവണം എന്നൊരു ഉപദേശമാണ് അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങൾ തന്നത്. അല്ലാഹു ആ ഉപദേശം സ്വീകരിച്ച് നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കാൻ തൗഫീഖാക്കി തരട്ടെ. ചെയ്യുന്ന അമലുകളൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. വലിയ പ്രതിഫലം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധ ഹൈറുകളും അല്ലാഹു നമുക്ക് നൽകി എല്ലാവിധ ഷർറുകളും തട്ടിമാറ്റി ദൂരത്താക്കട്ടെ. ദുആ കൊണ്ട് ഏൽപ്പിച്ച പലരുണ്ട്. അവരുടെയൊക്കെ ആവശ്യങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി അവരുടെയൊക്കെ വിഷമങ്ങൾ, നമ്മുടെയൊക്കെ വിഷമങ്ങൾ അല്ലാഹു നീക്കി തരട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.